ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ എല്ലാ ഉച്ചനീചത്വങ്ങൾക്കും സ്ത്രീ പാത്രമാകുന്നു, അന്ധവിശ്വാസങ്ങൾക്ക് പാത്രമാകുന്നു, ഇകഴ്ത്തലുകൾക്ക് പാത്രമാകുന്നു. 2, ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന ഉപഭോഗ ഭ്രാന്ത് സ്ത്രീയെ കെട്ടഴിച്ചു വിട്ട് സ്വതന്ത്രയാക്കുകയല്ല ചെയ്യുന്നത്, അവരെ സാമ്പത്തികമായിട്ടുള്ള അടിമത്തത്തിന് കീഴ്പ്പെടുത്തി ഉപഭോഗ വസ്തുവായിട്ട്, ഒരു കമോഡിറ്റി ആയിട്ട് കണക്കാക്കുന്നു, ഒരു വിൽപ്പന വസ്തുവായിട്ട് കാണുന്നു, ഒരു ചരക്കായിട്ട് കാണുന്നു, കമോഡിറ്റി ആയിട്ട് കാണുന്നു. ഇത് രണ്ടും കൂടിയുള്ള സമ്മേളനമാണ് ഇന്ത്യൻ സമൂഹം സ്ത്രീകൾക്ക് മേൽ ഇത്രയധികം ആധിപത്യവും വിവേചനവും ഉണ്ടാക്കുന്ന ഒന്നായിട്ട് മാറിയത്. അതുകൊണ്ട് നമ്മൾ പോരാട്ടം നടത്തേണ്ടത് ദ്വിമുഖമായിട്ടാണ്. ഒന്ന്, നിലനിൽക്കുന്ന ഫ്യൂഡൽ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ. അത് നേരത്തെ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് നല്ല കേളി കൊട്ടായിരുന്നു അതിൻ്റെ. ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ ഇടപെടൽ